Hi guys, welcome back to my channel. പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. യൂട്യൂബിലെ പുതിയ അപ്ഡേറ്റായ ഷോർട്സ് മോണിറ്റൈസേഷനിലൂടെ ഒരുപാട് പേർക്ക് ഒരുപാട് വൈറൽ വീഡിയോസിനൊക്കെ വളരെ ഈസി ആയിട്ട് പണമുണ്ടാക്കാനുള്ള ഒരു ഉപാധിയാണ് വന്നു ചേർന്നിരിക്കുന്നത്. പക്ഷെ പലരും വൈറലാകാൻ വേണ്ടിയിട്ട് ഒരുപാട് എവിടെ നിന്നൊക്കെയോ കിട്ടിയ സംഭവമൊക്കെ എടുത്തിട്ടിട്ട് ഒരുപാട് ലൈക്സും വ്യൂസും ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് വൈറലാകാൻ വേണ്ടിയിട്ട് പലരും പല വഴികളിലൂടെ സഞ്ചരിച്ചോണ്ട് തങ്ങളുടെ ചാനലിന് തന്നെ അതൊരു ഭീഷണിയായിട്ട് മാറുകയാണ്. പലരുടെയും ചാനലിൻ്റെ മോണിറ്റൈസേഷൻ പോലും കട്ടായിട്ടുള്ള അവസ്ഥയുണ്ട്. ചിലർക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, ഈ ഷോർട്സ് ആകുമ്പോൾ നമുക്ക് എന്തും ഇടാം, വൈറലാകാൻ വേണ്ടിയിട്ട് എന്തും ഇടാമെന്ന്. പക്ഷേ അത് നമ്മളുടെ ചാനൽ തന്നെയാണ്, നമ്മളുടെ ചാനലിൽ തന്നെയാണ് നമ്മൾ ഈ ഷോർട്സ് ഇടുന്നത്. അല്ലാണ്ട് ഷോർട്സിന് പ്രത്യേകിച്ചൊരു ഓപ്ഷനോ മറ്റൊന്നുമല്ല. നമ്മുടെ ചാനലിൽ നമ്മൾ ഈ ഷോർട്സ് ഇടുമ്പോൾ അത് നമ്മുടെ ചാനലിനെയും ബാധിക്കുന്നുണ്ട്. അതിലെന്തെങ്കിലും റീയൂസ്ഡ് കണ്ടൻറ്റോ കോപ്പിറൈറ്റ് എന്തെങ്കിലും നിങ്ങളുടെ ചാനലിനെ ദോഷകരമായിട്ട് ബാധിക്കും. നിങ്ങളുടെ ചാനൽ തന്നെ സ്ട്രൈക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ തന്നെ കട്ടായി പോകാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഷോർട്സ് എന്ന് പറയുന്ന ഓപ്ഷൻ വളരെ ബേസിക്കായിട്ട് നമ്മുടെ കണ്ടൻറ്റുകൾ മാത്രം, മറ്റുള്ളവരുടെ കണ്ടൻറ്റുകൾ വാരി വലിച്ചിടാതെ നമ്മുടെ കണ്ടൻറ്റുകൾ, പേഴ്സണലായിട്ട് നമ്മളുണ്ടാക്കിയ കണ്ടൻറ്റുകൾ അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഇതിൽ ചിത്രീകരിച്ച കണ്ടൻറ്റുകൾ ഇതൊക്കെ വച്ചിട്ട് മാത്രം നിങ്ങൾ ഷോർട്സ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാണ്ട് കിട്ടിയെടുത്തു നിന്നൊക്കെ വൈറലായിട്ട് വീഡിയോ ഒക്കെ വലിച്ചിട്ട് നിങ്ങളുടെ ഇതിലിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കോപ്പിറൈറ്റ് കണ്ടന്റ് കിട്ടാൻ സാധ്യതയുണ്ട്. കോപ്പിറൈറ്റ് സ്ട്രൈക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ തന്നെ ദോഷകരമായിട്ട് ബാധിക്കും. അപ്പോൾ പലരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഷോർട്സ് എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് നല്ലത് തന്നെയാണ്. നമ്മുടേതായിട്ടുള്ള കണ്ടൻറ്റിലൂടെ ഷോർട്സ് എന്ന് പറയുന്ന ഈ ഒരു ഇതിലൂടെ നമുക്ക് നമ്മൾ തന്നെ മാന്യമായിട്ട് വിചാരിച്ചാൽ നമ്മൾ തന്നെ നല്ലൊരു കണ്ടൻറ്റുകൾ ഉണ്ടാക്കി നമ്മൾ തന്നെ എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് തന്നെ നല്ലൊരു വിജയത്തിലെത്താൻ സാധിക്കും. നിങ്ങൾ മറ്റിടത്തു നിന്നും വാരി വലിച്ച് കണ്ടൻറ്റുകൾ എടുത്ത് നിങ്ങൾ വൈറലാകാമെന്നുള്ള ആ മോഹം അതൊന്ന് ഉപേക്ഷിക്കുക. അതൊക്കെ നമ്മുടെ ചാനലിന് ദോഷകരമായിട്ട് മാത്രമേ ബാധിക്കുകയുള്ളൂ. ഒരിക്കലും അത് നമുക്ക് നല്ലതല്ല. തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ കണ്ടൻറ്റുകൾ, നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള കണ്ടൻറ്റുകൾ മാത്രം ഉപയോഗിച്ച് നിങ്ങളുടെ നിങ്ങളുടെ എത്രത്തോളം പെർഫോമൻസ് ഉണ്ടോ അത് ഇതാക്കാൻ നോക്കുക. അല്ലാണ്ട് മറ്റതിലൊന്നും കാര്യമൊന്നുമില്ല. വെറുതെ വാരി വലിച്ചിടാമെന്നുള്ളത് ചാനലിന് ദോഷകരമായിട്ട് ബാധിക്കുന്ന സംഭവം മാത്രമാണ്. അപ്പോൾ പലരും ഞാൻ കണ്ടതാണ്. കാരണം വെച്ചാൽ എൻ്റെ സുഹൃത്തുക്കളിൽ തന്നെ മോണിറ്റൈസേഷൻ കട്ടായ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇനിയെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുക. ആവേശമല്ല വേണ്ടത്. നമ്മൾ വളരെ കറക്റ്റായിട്ട് വളരെ പെർഫെക്റ്റായിട്ട് നമ്മൾ നല്ല കണ്ടൻറ്റുകൾ ചെയ്ത് ഷോർട്സിലൂടെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത് ഒരുപാട് റീച്ചിലെത്തുക, വളരെ വൈറലാവുക, അതൊക്കെയാണ് ചെയ്യേണ്ടത്. എല്ലാ യൂട്യൂബേഴ്സിനും ഷോർട്സ് മോണിറ്റൈസേഷൻ വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ നമ്മളിടുന്ന വീഡിയോസ് കണ്ടൻറ്റുകൾ കോപ്പിറൈറ്റ് ഇല്ലാത്ത കാര്യങ്ങൾ തന്നെ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. അല്ലാത്ത പക്ഷം നമ്മുടെ ചാനലിൽ തന്നെ അത് മോശമായിട്ട് ബാധിക്കുമെന്ന് നമ്മൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ ഇനിയെങ്കിലും മിക്ക ആളുകൾക്കും അറിയാം, ഇത് ഒരു 80% ആളുകൾക്ക് ഇതറിയാം. ഒരു 20% ആളുകൾ മാത്രമാണ് ഇങ്ങനത്തെ പെടാപ്പാടുകളൊക്കെ പെട്ട അവസാനം ചതിക്കുഴികളിലേക്ക് അകപ്പെടുന്നത്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. ഷോർട്സ് മോണിറ്റൈസേഷനിലൂടെ ഒരുപാട് ആൾക്കാർ പണം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അവരുടെ കണ്ടൻറ്റുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അവർ പേഴ്സണലായിട്ടുള്ള കണ്ടൻ്റ് ആയിരിക്കും, അവർ തന്നെ അവരുടെ മൊബൈൽ ചിത്രീകരിച്ച കണ്ടൻ്റ് ആയിരിക്കും. അല്ലാതെ വേറെ എവിടെ നിന്നും വലിച്ചിട്ട് മറ്റുള്ളവരുടെ ലോഗോയൊക്കെയുള്ള കണ്ടൻറ്റുകളൊന്നും വലിച്ചിട്ട് ഷോർട്സിലിടുന്നില്ല, ടിക്ടോക്കിൽ നിന്നൊക്കെ എടുത്തിട്ടിടുന്നില്ല, മോജിൽ നിന്നൊക്കെ എടുത്തിടുന്നില്ല. എല്ലാം അവരുടേതായിട്ടുള്ള പേഴ്സണലായിട്ട് കണ്ടൻ്റ് ആയിരിക്കും. പക്ഷേ അവർ അതിൽ വിജയിച്ചിട്ടുണ്ടാവും. അത് അവരുടെ പെർഫോമൻസ്, അവരുടെ കഴിവിൻ്റെയും ഇതാണ്. അതുകൊണ്ട് എല്ലാവരും അതുപോലെ മറ്റുള്ളവരുടെ കണ്ടൻറ്റുകൾ എടുത്ത് ഇടാതിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, യൂട്യൂബ് ചാനൽ തുടങ്ങിയ എല്ലാവരും കഴിവുള്ളവർ തന്നെയാണ്. നമ്മൾ മറ്റുള്ളവരുടെ കണ്ടൻറ്റുകൾ വാരി വലിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടേതായിട്ടുള്ള കണ്ടൻറ്റിൽ തന്നെ, നമ്മുടേതായിട്ടുള്ള പെർഫോമൻസിൽ തന്നെ നമുക്ക് വിജയത്തിലെത്താൻ കഴിയും. തീർച്ചയായിട്ടും എല്ലാവരും സ്വന്തം കണ്ടൻറ്റുകൾ ഉപയോഗിച്ച് ഷോർട്സുകൾ നിർമ്മിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കും വൈറലാകാൻ കഴിയും. പലരും ശ്രമിക്കാത്തത് കൊണ്ടാണ്, മറ്റുള്ളവരുടെ മടി പിടിച്ചത് കൊണ്ടാണ് മറ്റുള്ളവരുടെ കണ്ടൻറ്റൊക്കെ എടുത്ത് ഇടുന്നത്. അല്ലാണ്ട് സ്വന്തമായിട്ട് നിർമ്മിക്കാൻ പറ്റാത്തവരൊന്നുമല്ല. എല്ലാവരും കഴിവുള്ളവരാണ്. യൂട്യൂബിൽ വന്ന ചാനൽ തുടങ്ങിയ എല്ലാവരും കഴിവുള്ളവരാണ്. അവർ വരുമാനത്തിന് വേണ്ടി തന്നെയാണ് യൂട്യൂബിൽ ചാനൽ തുടങ്ങിയിട്ടുള്ളത്. തീർച്ചയായിട്ടും 100% ഉറപ്പ് പറയുന്നു, നിങ്ങളുടേതായിട്ടുള്ള കണ്ടൻറ്റുകൾ നിങ്ങൾ തന്നെ നന്നായിട്ട് പെർഫോം ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഒരുപാട് റീച്ചിലെത്തി വൈറലൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെയും നമുക്ക് സമ്പാദിക്കാൻ പറ്റും. ഷോർട്സിലൂടെ അതൊരു വരുമാന മാർഗ്ഗമാക്കിയെടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും ഷോർട്സ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യം, കോപ്പിറൈറ്റുള്ള കണ്ടൻറ്റുകൾ ഇടാതിരിക്കാൻ ശ്രമിക്കുക എന്നല്ല, കോപ്പിറൈറ്റുള്ള കണ്ടൻറ്റുകൾ ഇടരുത്. ഇട്ടാൽ നിങ്ങളുടെ ചാനലിനെ തന്നെ ബാധിക്കും. സ്ട്രൈക്കൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മോണിറ്റൈസേഷനൊക്കെയുള്ള ചാനലായിരിക്കും, മറ്റുള്ള
സെറ്റപ്പൊക്കെ ഉള്ള ചാനലായിരിക്കും, അതൊക്കെ ഒന്ന് കട്ടായി പോകും, ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളെ എത്തിച്ചു കൊടുക്കുക. കാരണം ടെക് സംബന്ധമായിട്ടുള്ള ഇൻഫോർമേഷൻ സംബന്ധമായിട്ടുള്ള ഒരുപാട് വീഡിയോസുകൾ, ടിപ്സും ട്രിക്സും ഒക്കെ ആയിട്ട് ഒരുപാട് വീഡിയോസുമായിട്ട് നമുക്ക് ഇനിയും കണ്ടുമുട്ടേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അടുത്ത വരവ് വരുന്നത് വരെ ബൈ.